വിശദമായ വാർത്തകളിലേക്ക്. PM ശ്രീ വിഷയത്തിൽ ഒപ്പുവെച്ചതിലുള്ള അതൃപ്തി വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് അറിയിച്ച CPIയെ അനുനയിപ്പിക്കാൻ MN സ്മാരകത്തിലെത്തിയപ്പോഴാണ് മന്ത്രി വി ശിവൻകുട്ടിയോട് ബിനോയ് വിശ്വം വിയോജിപ്പ് അറിയിച്ചത്. കൂടിക്കാഴ്ചയിലെ വിവരങ്ങൾ വെളിപ്പെടുത്തില്ല എന്നും എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഞാൻ ബിനോയ് വിശ്വം സഹാബിനെ കാണാൻ വന്നു. GRL മന്ത്രി ഉണ്ടായിരുന്നു. ഞങ്ങൾ ചില ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പോസിറ്റീവാണോ? എല്ലാ പ്രശ്നങ്ങളും തീരും. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, ഈ ചർച്ചയിലെ വിവരങ്ങൾ പുറത്തു പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും എല്ലാ കാര്യങ്ങളും ശരിയാകും എന്ന് വി ശിവൻകുട്ടി പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് PM ശ്രീയിൽ ഒപ്പിട്ടു, എന്തുകൊണ്ട് ഇത്ര ധൃതി പിടിച്ച നീക്കത്തിലേക്ക് കടന്നു എന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ CPI മനസ്സിലാക്കാൻ കഴിഞ്ഞോ ഇപ്പോൾ? അമൃത, ഇടതു മുന്നണിയിൽ PM ശ്രീയിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഒരു തരത്തിലും പിന്നോട്ടില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ നിന്ന് CPI ഒരിഞ്ച് പിന്നോട്ട് പോയിട്ടില്ല. ഇപ്പോഴും PM ശ്രീ പദ്ധതിക്കെതിരെ നഖശികാന്തമുള്ള എതിർപ്പ് CPI തുടരുകയാണ്. അതിനിടയിലാണ് മന്ത്രി വി ശിവൻകുട്ടി MN സ്മാരകത്തിലെത്തി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായിട്ടും മന്ത്രി GR അനിലുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയത്. ഏതാണ്ട് 20 മിനിറ്റോളം നടന്ന കൂടിക്കാഴ്ചയിൽ നിന്ന് ഒരു തരത്തിലും ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോയില്ല എങ്കിൽ ഇതിനെ അങ്ങേയറ്റം എതിർക്കുന്ന നിലപാട് തുടരും എന്നുള്ള കാര്യം തന്നെയാണ് CPI നേതൃത്വം മന്ത്രി വി ശിവൻകുട്ടിയെ അറിയിച്ചത്. പദ്ധതിയെ ഞങ്ങൾ തുടക്കം മുതൽ എതിർക്കുകയാണ്, ഇപ്പോഴും എതിർക്കുന്നു. പദ്ധതിയിൽ ഇനിയൊരു ചർച്ചയുടെ ആവശ്യമില്ല, ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോവുക തന്നെയാണ് വേണ്ടത് എന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ് CPI നേതൃത്വം ചെയ്യുന്നത്. എന്തായാലും ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു അനുരഞ്ജനത്തിന്റെയും അതല്ലെങ്കിൽ ഒരു സമവായത്തിന്റെയും സാധ്യതകളൊന്നും ഇപ്പോൾ തെളിയുന്നില്ല. ഇപ്പോഴും CPM നേതൃത്വം ഊരാക്കുടുക്കിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. കാരണം മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ വന്ന് സന്ദർശനം നടത്തി മടങ്ങിപ്പോയപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും, ഇവിടെ നടത്തിയ ചർച്ചയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിപ്പോയത്. എന്തായാലും ഇനി ഇതിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ CPI നേതൃത്വവുമായി ചർച്ച നടത്തുമ്പോൾ മാത്രമായിരിക്കും എന്തെങ്കിലും തരത്തിലുള്ള ഒരു സമവായം അല്ലെങ്കിൽ ഒരു അനുരഞ്ജനത്തിന്റെ സാധ്യതകൾ അങ്ങനെ ഒരു വഴി തുറക്കുക. എന്തായാലും തിങ്കളാഴ്ച രാവിലെ 10:00 CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇനി ഇതിനകത്ത് ഏത് രീതിയിലുള്ള തുടർ നടപടികൾ CPI നേതൃത്വം സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിനകത്ത് അവർ തീരുമാനമെടുക്കുക. നിലവിൽ ആദ്യഘട്ടത്തിൽ PM ശ്രീക്കെതിരെ ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചോ അതുതന്നെ ഇപ്പോഴും അവർ തുടരുന്നു. അതിനകത്ത് PM ശ്രീയിൽ നിന്ന് പിന്നോട്ട് പോകാതെ, ഇനി ആ ഒപ്പുവെച്ച നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകാതെ ഒരു തരത്തിലും ഇനി ഇതിനകത്ത് ചർച്ച വേണ്ടതില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് CPI നേതൃത്വം. അത് മന്ത്രി വി ശിവൻകുട്ടിയെ ബിനോയ് വിശ്വം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ വിയോജിപ്പ് അറിയിച്ചു എന്ന് പറയുന്നതിനിടയിലാണ് വി ശിവൻകുട്ടിയുടെ അത്തരത്തിലുള്ള ഒരു പ്രതികരണം കൂടി വന്നത്. അപ്പോൾ അത് ഒരു ശുഭാപ്തി വിശ്വാസം മാത്രമായി കരുതുകയാണോ വേണ്ടത് ഷിജോ? അതല്ല മുഖ്യമന്ത്രി വഴി ഇനിയിപ്പോൾ അടുത്ത നീക്കങ്ങൾ അത് ഫലവത്താകുമെന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കുമോ? ശിവൻകുട്ടിയുടെ വാചകം ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ നടന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെ ചർച്ചയുടെ ഉള്ളടക്കം നിങ്ങളോടുമായിട്ട് പറയാൻ പറ്റുകയില്ല. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് തന്നെയായിരുന്നു ചർച്ച, അതിൻ്റെ ഉള്ളടക്കം മാധ്യമങ്ങളോട് പറയുന്നില്ല എന്ന് വളരെ രസകരമായി ചിരിച്ചുകൊണ്ടുള്ള മറുപടി തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയത്. അപ്പോൾ മഞ്ഞുരുകുമോ സമവായം ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ള വാചകം പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എല്ലാം പരിഹരിക്കപ്പെടുമെന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ചർച്ചയിലൂടെ തന്നെ പരിഹരിക്കപ്പെടുക എന്നുള്ള വഴി മാത്രമേ ഇതിന് മുമ്പിലുള്ളൂ. ആ ചർച്ചയ്ക്ക് ഇനി ആര് നേതൃത്വം നൽകും? എന്തായാലും CPI നേതൃത്വം LDF കൺവീനർക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിന് LDF നേതൃത്വം എന്ത് മറുപടിയാണ് പറയുക എന്നുള്ളത് CPI നേതൃത്വം പഠിക്കും. അതിനുശേഷം മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കും. ഇനി ഇതിനകത്ത് മുഖ്യമന്ത്രി ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താണ്, മുഖ്യമന്ത്രി ഇതിനകത്ത് CPIയെ എങ്ങനെ അനുനയിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു, അതിൽ മാത്രമാണ് CPIയുടെ നിലപാട് ഇനി നമുക്ക് കണ്ടറിയേണ്ടത്. എന്തായാലും വി ശിവൻകുട്ടിയോട് തുടക്കത്തിൽ PM ശ്രീക്കെതിരെ ഏത് നിലപാടാണോ CPI സ്വീകരിച്ചത് ആ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ചെയ്തത്. ഇനി ഇതിനകത്ത് ചർച്ച വേണ്ടതില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി CPI നേതൃത്വം പറയുമ്പോൾ ഇനി ഇതിനകത്ത് പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇനി ഞങ്ങളൊപ്പം നിൽക്കുകയുള്ളൂ എന്നുള്ള നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യത്തിനകത്ത് ചർച്ചയില്ല എന്നുള്ളതാണ് CPI ആവർത്തിച്ച് പറയുന്നത്. ഇനി ഇപ്പോൾ ഈ വീണ്ടും MN സ്മാരകത്തിൽ വന്ന് വി ശിവൻകുട്ടി ചർച്ച നടത്താനുള്ള സാധ്യതയും വളരെ കുറവാണ്. മുഖ്യമന്ത്രി ഇതിനകത്ത് നാളെ കേരളത്തിലേക്ക് സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയിരുന്ന മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതിനകത്തും ഒരു ആകാംക്ഷയുണ്ട്. മുഖ്യമന്ത്രി ഇടപെട്ടാൽ ഒരുപക്ഷെ CPI ഇപ്പോൾ നിലനിൽക്കുന്ന നിലപാടിൽ നിന്ന് എന്തെങ്കിലും ഒരു സമവായത്തിലേക്ക് ഒരു പിന്നോട്ട് പോക്കിലേക്ക് പോകുമോ എന്നത് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. നിലവിൽ എന്തായാലും CPI ഒരർത്ഥത്തിലും പിന്നോട്ട് പോകാൻ ഒരുക്കമല്ല
എന്നുള്ളതാണ് CPI നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അമൃത. ശരി, ഷിജോ കുര്യനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. PM ശ്രീയിൽ CPIയുടെ ആവശ്യം പരിഗണിച്ചേ മതിയാകൂ എന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി 2 തവണ മന്ത്രിസഭയിൽ ചർച്ച ചെയ്തപ്പോഴും അതൃപ്തി അറിയിച്ചിരുന്നു. 27-ന് നടക്കുന്ന CPI എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി തീരുമാനം പറയുമെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതിയിൽ ഒപ്പിടാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് മന്ത്രി GR അനിൽ ആവശ്യപ്പെട്ടു. ക്യാബിനറ്റ് അറിയാതെയും മറ്റു രൂപത്തിൽ ഉള്ള ബന്ധപ്പെട്ട നയപരമായ കാര്യം അറിയാതെയും ഒപ്പിടുന്ന അവസ്ഥയിലേക്ക് പോയെന്ന് ഇതുവരെ വ്യക്തമാക്കിയില്ലല്ലോ മന്ത്രി. വ്യക്തമാക്കട്ടെ. അത് എന്താണെന്ന് വ്യക്തമാകുമ്പോഴല്ലേ കാര്യങ്ങളിലേക്ക് ചർച്ച ചെയ്യാൻ പറ്റും. തൃപ്തിയാവുന്ന വിഷയമല്ല, ആദ്യം വരട്ടെ, വ്യക്തമായ എല്ലാ വിവരങ്ങളും പുറത്ത് വരട്ടെ, അപ്പോഴല്ലേ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും. വരുന്ന 27-ാം തീയതി ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അവിടെ ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്താണ് തീരുമാനം എന്നുള്ളത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായില്ല. പത്രത്തിൽ ഇങ്ങനെ വരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഒപ്പിട്ട് എന്നുള്ളത്. നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം ഇത് മടങ്ങിപ്പോയതാണ്. CPI കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിലവിൽ അത്തരത്തിലേക്ക് ചർച്ചയിലേക്ക് കടക്കുന്ന സാധ്യത ഉണ്ടോ? അങ്ങനത്തെ ഒരു സാഹചര്യം എവിടെയോ നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. ബിനോയ് വിശ്വത്തിന്റേത് വൈകാരികമായ പ്രതികരണമെന്ന് CPM നേതാവ് AK ബാലൻ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തലയും ഹൃദയവുമാണ് CPM-ഉം CPI-യും. ബന്ധം അറ്റുപോകുമെന്ന് ആരും കരുതരുതെന്നും AK ബാലൻ പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രകോപനപരമായിട്ടുള്ള പരാമർശം നടത്തുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു വികാര പ്രകടനമായിട്ടേ ഇപ്പം എനിക്ക് തോന്നുള്ളൂ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തലയും ഹൃദയവുമാണ് CPIM-ഉം CPI-യും. CPIM CPI മുന്നണി കൂട്ടുകെട്ട് ആ ബന്ധം ഏതെങ്കിലും രൂപത്തിൽ അറ്റുപോകുമെന്ന് നിങ്ങൾ ആരും ധരിക്കരുത്. PM ശ്രീയിൽ ഒപ്പിടാൻ എന്ത് സമ്മർദ്ദമാണ് കേന്ദ്രത്തിൽ നിന്നുണ്ടായതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വമ്പൻ ബടായി പറഞ്ഞ ശേഷം സർക്കാർ കേന്ദ്രത്തിന്റെ കാലിൽ വീണ് പ്രണമിച്ചെന്ന് PK കുഞ്ഞാലിക്കുട്ടി പരിഹസിച്ചു. PM ശ്രീയിൽ CPM-ഉം CPI-യും ഒത്തുകളിക്കുകയാണെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. അത് CPI-യും CPM-ഉം കൂടെ ഒത്ത് കളിച്ചുകൊണ്ട് ശബരിമല വിഷയത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അത് CPM ഓഫീസ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ CPI-ക്കാർ ചെയ്യും. ഇത് വെറുതെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ ഇത് പൊക്കിക്കൊണ്ട് വന്നത്. ആ മന്ത്രിസഭാ യോഗത്തിൽ പോലും ഇത് ഒപ്പിട്ടത് അറിയിക്കുന്നില്ല. ഈ എഗ്രിമെന്റ് 10-ാം തീയതി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അമിത്ഷായെയും കണ്ടത് 16-ാം തീയതി തന്നെ ഇത് ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നിർബന്ധമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് മുഖ്യമന്ത്രി പുറത്തു പറയണം. എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത്? വലിയ ബടായി ഒക്കെ പറഞ്ഞ്, ബടായി ചെറുതൊന്നുമല്ല, വമ്പൻ ബടായികളായിരുന്നു. ഇങ്ങോട്ട് തൊടികൂലെന്നൊക്കെ ആയിരുന്നു. അവസാനം വന്നിട്ട് ഒരൊറ്റ പ്രണാമമാണ്. ഇത് വലിയ ഒരു വല്ലാത്ത വീഴ്ചയായിപ്പോയി. സാഷ്ടാംഗം ഒരൊറ്റ വീഴ്ച. ഇനിയിപ്പോ ബാക്കിയുള്ളവരിപ്പോ ഐഡിയോളജി പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അവര് വീഴോ, സാഷ്ടാംഗം പ്രണാമിക്കോ, അതോ ആശയമൊക്കെ പറഞ്ഞു നിൽക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. PM ശ്രീ പദ്ധതിക്കായുള്ള സ്കൂളുകളുടെ പട്ടിക കേന്ദ്രത്തിന് കൈമാറേണ്ട എന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. കേന്ദ്രത്തിന്റെ പ്രപ്പോസൽ സമർപ്പിച്ചത് SSK ഫണ്ടിനായി മാത്രമാണ്. PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ SSK വിഹിതം നൽകാമെന്നായിരുന്നു കേന്ദ്രം ഉറപ്പു നൽകിയത്. മീഡിയ 1 വാർത്ത മന്ത്രി V ശിവൻകുട്ടി സ്ഥിരീകരിച്ചു. മീഡിയ 1 എക്സ്ക്ലൂസീവ്. ഈ റിപ്പോർട്ടിലേക്ക് മടങ്ങിയെത്താൻ മന്ത്രി GR അനിൽ സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് അത് പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനത്തിനനുസരിച്ച് തീരുമാനങ്ങളെടുക്കും. സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ. പിന്നെ അതിലൊന്നും അങ്ങനെ സ്വകാര്യ സംഭാഷണത്തിൽ തീരുന്ന വിഷയങ്ങളല്ലല്ലോ. സ്വകാര്യ സംഭാഷണമായിരുന്നു, ഒരു ഔദ്യോഗികമായ പാർട്ടി ഓഫീസിൽ ഒരാൾ വന്നാൽ കാണാതിരിക്കാൻ പറ്റും. കണ്ടല്ലേ പറ്റൂ. അത് കണ്ടു. നമ്മുടെ നിലപാടിൽ മാറ്റം വരണ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെക്രട്ടറിയോട് ചോദിക്കും. നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രിയും വിശദീകരിക്കുന്നത്. നേരത്തെ പൂർത്തിയാക്കാത്ത വാർത്തയിലേക്ക് തന്നെയാണ്. PM ശ്രീ പദ്ധതിക്കായുള്ള സ്കൂളുകളുടെ പട്ടിക കേന്ദ്രത്തിന് കൈമാറേണ്ട എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഉള്ളത്. കേന്ദ്രത്തിന് പ്രപ്പോസൽ സമർപ്പിച്ചത് SSK ഫണ്ടിനായി മാത്രമാണ്. PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ SSK വിഹിതം നൽകാമെന്നായിരുന്നു കേന്ദ്രം ഉറപ്പു നൽകിയത്. മീഡിയ 1 വാർത്ത മന്ത്രി V ശിവൻകുട്ടിയും സ്ഥിരീകരിച്ചു. മീഡിയ 1 എക്സ്ക്ലൂസീവ്.
PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പുവെച്ചെങ്കിലും മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ടെന്ന തീരുമാനത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ട സ്കൂളുകളുടെ പട്ടികയോ പ്രപ്പോസലോ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടില്ല. പകരം കഴിഞ്ഞ 2 വർഷമായി തടഞ്ഞുവെച്ച SSK വിഹിതം ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്രത്തിന് വീണ്ടും പ്രപ്പോസൽ സമർപ്പിച്ചു. 971 കോടി രൂപ ആവശ്യപ്പെട്ടാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് പ്രപ്പോസൽ നൽകിയത്. മീഡിയ വൺ പുറത്തുവിട്ട വാർത്ത മന്ത്രി വി ശിവൻകുട്ടി സ്ഥിരീകരിച്ചു. 390 കോടിയോളം ഇന്ന് വരാൻ സാധ്യതയുണ്ട്. SSKയുടെ ഫണ്ട് എന്ന് പറഞ്ഞു പ്രപ്പോസൽ സമർപ്പിച്ചു. ഫണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. എനിക്കറിയില്ല. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ തടഞ്ഞുവെച്ച വീതങ്ങൾ നൽകാമെന്നായിരുന്നു കേന്ദ്രം നിലപാട് അറിയിച്ചത്. MOU ഒപ്പിട്ടതിന് തൊട്ടു പിന്നാലെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. PM ശ്രീയിൽ ലഭിക്കുന്ന തുകക്കപ്പുറം മറ്റ് വീതങ്ങൾ നേടിയെടുക്കാനാണ് സർക്കാർ നീക്കം. അതേസമയം കേരളം PM ശ്രീയിൽ ഒപ്പിട്ടതോടെ കേരളത്തിനായി പ്രപ്പോസലുകൾ ക്ഷണിച്ചുകൊണ്ടുള്ള പോർട്ടൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഉടൻ തുറക്കും. 2027 മാർച്ചിലാണ് നിലവിലെ PM ശ്രീ പദ്ധതിയുടെ കാലാവധി അവസാനിക്കുന്നത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനം ആവശ്യപ്പെട്ട തുക അനുവദിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. മീഡിയ വൺ, തിരുവനന്തപുരം. നവംബറിൽ മെസ്സി കേരളത്തിലേക്ക് വരില്ലെന്ന് സ്ഥിരീകരിച്ച സ്പോൺസർമാർ. ടീം സ്പെയിനിൽ പരിശീലനത്തിന് പോകുമെന്ന് AFA അറിയിച്ചു. ആഗസ്റ്റ് 14-ന് അങ്കോളയുമായാണ് അർജന്റീനയുടെ സൗഹൃദ മത്സരം. നവംബർ 14-ന് അങ്കോളയുമായാണ് അർജന്റീനയുടെ സൗഹൃദ മത്സരം. ഫിഫ വിൻഡോയിൽ മാറ്റമുണ്ടായതിനാൽ അനുമതി ലഭിച്ചില്ല എന്നാണ് സ്പോൺസർമാരുടെ ഔദ്യോഗിക വിശദീകരണം. നവംബർ 17-ന് അർജന്റീനയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം കൊച്ചിയിൽ നടക്കുമെന്നായിരുന്നു സ്പോൺസർമാരുടെയും സംസ്ഥാന സർക്കാരിന്റെയും പ്രഖ്യാപനം. പിന്നാലെ തിരക്കിട്ട കൂടിയാലോചനകൾ. അനിശ്ചിതത്വത്തിനൊടുവിൽ മെസ്സി എത്തില്ലെന്ന പ്രഖ്യാപനം. അങ്കോളയിൽ നിന്നുള്ള യാത്രാ ദൈർഘ്യം, സ്റ്റേഡിയത്തെ ഫിഫ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിലെ കാലതാമസം എന്നിവ അനുമതി ലഭിക്കാൻ തടസ്സമായെന്ന് സ്പോൺസർ. പിന്നെ അർജന്റീനയിലേക്ക് ഖത്തറിലേക്ക് വരും. ഖത്തറിൽ നിന്ന് അവർ അങ്കോളയിൽ പോകും, തിരിച്ച് ഖത്തറിൽ വരും, ഒരു ദിവസം അവർ ട്രെയിനിങ് നടത്തും, കേരളത്തിലേക്ക് വരും. അങ്ങനെയായിരുന്നു അവരുടെ തീരുമാനം ഉണ്ടായിരുന്നത്. പക്ഷേ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അത് ഫിഫ എഗ്രിമെൻറ്റ് വയലേഷനാണ്, അല്ല ഫിഫ റൂൾസിന് വയലേഷനാണ്. അതുകൊണ്ട് അങ്ങനെ കളിക്കാൻ പറ്റില്ല എന്ന് AFA-നോട് പറഞ്ഞു. ഈ സ്റ്റേഡിയം അപ്രൂവൽ എടുക്കുന്ന ഈ ഒരു നവംബർ വിൻഡോ കളി നടത്താൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇന്റർനാഷണൽ കളികൾ മുഴുവൻ നടത്താൻ വേണ്ടിയിട്ടാണ്. വിൻഡോ തരുന്നത് ഫിഫയാണെന്നും മാർച്ച് മാസത്തിലേക്കുള്ള അപേക്ഷയിൽ വൈകാതെ അനുമതി ലഭിക്കുമെന്നുമാണ് സ്പോൺസർമാരുടെ അവകാശവാദം. സ്റ്റേഡിയത്തിലെ നവീകരണ പ്രവർത്തനങ്ങളും തകൃതിയായി നടക്കുന്നുണ്ട്. GCDAയുടെ നിർദ്ദേശപ്രകാരം സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായാണ് കരാറെന്നും സർക്കാരിന് ചെലവില്ലെന്നും സ്പോൺസർ. നമ്മൾ 70 കോടി രൂപ കേരളത്തിലെ ഒരു സ്റ്റേഡിയത്തിന് സ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫിഫ റാങ്കിങ്ങിലുള്ള ഇന്റർനാഷണൽ സ്റ്റേഡിയം ആക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നത് അതിനേക്കാളും കൂടുതലാവും എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ പണികൾ ഇവിടെയുണ്ട്. മെസ്സിയോ അർജന്റീനയോ കേരളത്തിൽ എത്തുന്നതിലല്ല കാര്യം, ഫിഫ റാങ്കിലുള്ള ഒരു സ്റ്റേഡിയമെങ്കിലും ഉണ്ടാകില്ലേ എന്ന ചോദ്യത്തിലൂടെ പ്രതിസന്ധി മറികടക്കാനുള്ള നീക്കവും സജീവമാണ്. മീഡിയ വൺ, കൊച്ചി. നവംബറിൽ തന്നെ അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ പരിശ്രമം തുടരുന്നുണ്ടെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. സ്റ്റേഡിയത്തിന് ഫിഫയുടെ അംഗീകാരം ലഭിക്കാത്തതാണ് ടീം കേരളത്തിൽ വരുന്നതിന് തടസ്സം. സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. സ്റ്റേഡിയം നവീകരണത്തിന്റെ സ്പോൺസറും സർക്കാരും തമ്മിൽ കരാറുണ്ടോ എന്ന ചോദ്യത്തിന് മന്ത്രി കൃത്യമായ മറുപടി പറഞ്ഞില്ല. നമ്മൾ ശ്രമിക്കുന്നത് നവംബറിൽ ഇത് നടത്താനാണ് നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കുന്നത്. പൂർണ്ണമായി അടഞ്ഞിട്ടില്ല. ഇല്ല. അപ്പൊ ഇതിന്റെ ഒരു അപ്രൂവൽ വരട്ടെ, അതുവരെ നമുക്ക് ഇപ്പോ അർജന്റീന ഈ ഒരു വിൻഡോ കൊടുത്തിട്ടില്ല. അവരിപ്പോഴും പറഞ്ഞെന്താ, ഞങ്ങൾ ചിലപ്പോൾ ഒരു പരിശീലനത്തിനായി പോകേണ്ടി വരും ഈ വിൻഡോയുടെ സമയത്ത് എന്നല്ല അവർ പറഞ്ഞിട്ടുള്ളൂ. സ്പെയിനുമായുള്ള ഒരു പരിശീലനത്തിന് പോകും അവിടെ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അർത്ഥം ആ കളി തടസ്സപ്പെട്ടു എന്നല്ല. ജംഷീർ കൊടഞ്ഞി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, ഇതിന്റെയൊക്കെ തുടക്കം കായിക മന്ത്രിയുടെ ഒരു വാക്കിൽ നിന്നായിരുന്നു. ഇപ്പോഴായി ഇന്നത്തെ സംഭവവികാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കൃത്യമായൊരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ? അമൃത, മന്ത്രി പറയുന്നത് മെസ്സി വരും എന്നുള്ളത് തന്നെയാണ്. പ്രതീക്ഷയുണ്ട്, വാതിലുകൾ അടഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. ഈ ഗ്രൗണ്ടുമായി, സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഫിഫയുടെ അംഗീകാരം ലഭിക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നു. ചുരുക്കം ചില 1-2 പ്രവർത്തനങ്ങൾ മാത്രമാണ് നടക്കാനുള്ളത്. അത് വേഗത്തിൽ നടക്കുമെന്നാണ് പ്രതീക്ഷ എന്നുള്ളതാണ്. മെസ്സിയെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആഗ്രഹം. മെസ്സി വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ എന്ന് പറയുന്നു. സ്പോൺസർമാർ ഇതിനകത്ത് പറയുന്നതിന്റെ വിരുദ്ധമായ രീതിയിലാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം വരുന്നത് എന്നുള്ളത് നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ തന്നെ
പലപ്പോഴും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വളരെ രൂക്ഷമായ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ടുള്ള മറുപടിയാണ് പലപ്പോഴും ലഭിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്റ്റേഡിയം നവീകരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കരാർ സർക്കാർ ഈ സ്പോൺസർമാർക്ക് നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിന് ഒരു കൃത്യമായ മറുപടി മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. 50 കോടിയുടെ കരാറാണ് നടത്തുന്നത്. അത്രയും വലിയ ഒരു തുകയ്ക്ക് ഇപ്പോൾ അവർ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ, അത് കഴിയട്ടെ, അതിനുശേഷം പറയാം എന്നൊക്കെയുള്ള ഒരു കാര്യമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സെപ്റ്റംബർ 29 പ്രസിദ്ധീകരിച്ച പുതുക്കിയ കരട് വോട്ടർ പട്ടികയാണ് പരിശോധനകൾക്ക് ശേഷം അന്തിമമാക്കുന്നത്. 2.83 കോടി വോട്ടർമാരാണ് കരട് പട്ടികയിൽ ഉണ്ടായിരുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതടക്കം ആകെ 7 ലക്ഷത്തിലധികം അപേക്ഷകൾ ലഭിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച സവിശേഷ നമ്പറിന് പിന്നാലെയാണ് വീണ്ടും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന നടപടിയുണ്ടായത്. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും ഉടനുണ്ടായേക്കും. എക്സൈസ് മന്ത്രി എം.ബി. രാജേഷിനെതിരെ ഗുരുതര ആരോപണവുമായി എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു. ഒയാസിസിനു വേണ്ടി മദ്യനയത്തിൽ ഉൾപ്പെടെ മാറ്റം വരുത്തി. കമ്പനിക്ക് വേണ്ടി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു. എല്ലാ വകുപ്പുകളിൽ നിന്നും ഒയാസിസിന് വഴിവിട്ട സഹായങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും രേവതി ബാബു മീഡിയ വണ്ണിനോട് പറഞ്ഞു. നയത്തിൽ ഇളവ് വരുത്തിയിട്ടുള്ളത്, അതിനു പുറമെ ഈ വ്യവസായ വകുപ്പിന്റെ 47ഓളം നിയമങ്ങൾ ലഘൂകരിച്ചും കൊണ്ട് പഞ്ചായത്ത് കൊടുക്കേണ്ടുന്ന പല കാര്യങ്ങളും നേരിട്ട് വ്യവസായ വകുപ്പിന് തന്നെ കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ജമ്മു കശ്മീർ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് അധിക വോട്ട് ലഭിച്ചതിൽ വിവാദം. 28 അംഗങ്ങൾ മാത്രമുള്ള ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 32 വോട്ടുകളായിരുന്നു. ബി.ജെ.പി. വിജയം കുതിരക്കച്ചവടത്തിലൂടെയാണെന്ന് നാഷണൽ കോൺഫറൻസ് ആരോപിച്ചു. തങ്ങളുടെ അംഗങ്ങളല്ല ക്രോസ് വോട്ട് ചെയ്തതെന്നും നാഷണൽ കോൺഫറൻസ് വാദിച്ചു. 4 രാജ്യസഭാ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 3 സീറ്റിൽ നാഷണൽ കോൺഫറൻസും 1 സീറ്റിൽ ബി.ജെ.പിയുമാണ് ജയിച്ചത്. ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ട മഞ്ചേരി സ്വദേശിയുടെ അറസ്റ്റിൽ വിവാദം. സമരസമിതിയുമായി ബന്ധമില്ലാത്ത വ്യക്തിയാണ് പിടിയിലായതെന്ന് ചെയർമാൻ ബാബു. ഫ്രഷ് കട്ട് ഉടമകൾ ഇറക്കിയ സംഘത്തിലെ ആളാകാം പിടിയിലായത്. പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. മഞ്ചേരിയിൽ നിന്ന് ഒരാള് അവിടെ എത്തി, ഞങ്ങൾക്കാർക്കും പരിചയമുള്ള ആളല്ല. സമരസമിതിയിൽ അങ്ങനത്തെ ഒരാളുമില്ല, പ്രദേശവാസികൾ മാത്രമാണുള്ളത്. ഇവർക്ക് പല സ്ഥലത്തും പ്ലാന്റുകളുണ്ട്. സമരം പൊളിക്കാൻ വേണ്ടി ഇവര് ഇറക്കിയ ആളുകളാണെന്നാണ് ഞങ്ങളുടെ സംശയം. 4 വണ്ടികൾ അവിടെ കത്തി നശിച്ചതെന്ന് പറഞ്ഞു. ഈ 4 വണ്ടികളും ഗതാഗത യോഗ്യമല്ലാത്ത, റോട്ടിലിറക്കാൻ പറ്റാത്ത വണ്ടികളാണ് അവിടെ കത്തി നശിച്ചത്. പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തി ഈ മഞ്ചേരി സ്വദേശിയെ, അവന്റെ എല്ലാ കാര്യങ്ങളും പോലീസ് എടുത്തുകൊണ്ട് ഇത് വെളിച്ചത്തെ കൊണ്ടുവരണം. അതാണ് സമരസമിതിയുടെ ആവശ്യം. താമരശ്ശേരിയിലെ ജനകീയ സമരത്തിൽ തീവ്രവാദ ആരോപണം ഉന്നയിക്കുന്നതിനെതിരെ പ്രദേശത്തെ ക്ഷേത്രം പള്ളി കമ്മിറ്റി ഭാരവാഹികൾ. എല്ലാ മതവിഭാഗങ്ങളും സംഘടനകളും സഹവർത്തിത്വത്തോടെ കഴിയുന്ന നാട്ടിൽ വർഗീയ ധ്രുവീകരണമുണ്ടാക്കുന്ന പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണം. പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം സമരക്കാരെ സംശയനിഴലിൽ നിർത്തുന്ന പരിപാടി അംഗീകരിക്കാനാകില്ല എന്നും മത സാമുദായിക നേതാക്കൾ പറഞ്ഞു. അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരായ സമരം അക്രമാസക്തമായതിനു പിന്നാലെ CPM നടത്തുന്ന പ്രചാരണങ്ങൾക്കെതിരെയാണ് മത സാമുദായിക നേതാക്കൾ രംഗത്ത് വന്നത്. സമരത്തിനെതിരായ തീവ്രവാദ ആരോപണം ദൗർഭാഗ്യകരമാണെന്ന് പ്രദേശത്തെ കരിങ്ങമണ്ണ അയ്യപ്പങ്കാവ് ഭഗവതി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ജാതിഭേദമന്യേ എല്ലാവരും കക്ഷിയായിട്ട് ഇതിന് സമരത്തിനിറങ്ങിയാണ്. അതിൽ ഒരു വർഗീയവാദി ഒരു ഇതും ഒന്നും അതിൽ ഇല്ല. എന്തിനങ്ങനെ പറയുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. മനുഷ്യപ്പറ്റുള്ള എല്ലാവരും ഇതിനകത്ത് അംഗങ്ങളാണ്. അങ്ങനൊന്നുമില്ല. ഇതിൽ CPM-കാരുണ്ട്, ലീഗുകാരുണ്ട്, എല്ലാവരും ഈ കമ്മിറ്റിയിലും കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ജനദ്രോഹ കമ്പനി 6 വർഷമായിട്ടും അടച്ചുപൂട്ടാനാവാത്ത സർക്കാർ നടപടിയുടെ ജാള്യത മറച്ചുവെക്കാനാണ് സമരക്കാർക്കെതിരെ വർഗീയ തീവ്രവാദ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് മുസ്ലിം മത നേതാക്കളും പറഞ്ഞു. ഞങ്ങളിത് അത്ഭുതത്തോടെയാണ് നാട്ടുകാർ കാണുന്നത്. കാരണം ജനങ്ങൾ മൊത്തം ഒരു സമരത്തിന് മുന്നോട്ട് വരുമ്പോൾ അതിലെവിടെയാണ് ഒരു വർഗീയത കടന്നു വരുന്നത്? അതിലെവിടെ തീവ്രവാദ ആരോപണം കടന്നു വരുന്നത്? നാട്ടിൽ ഛിദ്രതയുണ്ടാക്കുന്ന പ്രസ്താവനകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ബന്ധപ്പെട്ടവർ മാറി നിൽക്കണമെന്ന് പ്രദേശത്തെ സെന്റ് മേരീസ് യാക്കോബായ പള്ളി വികാരി ഫാദർ ബേസിൽ തമ്പിയും ആവശ്യപ്പെട്ടു. ഒരു സാമൂഹിക പ്രശ്നത്തെ ഒരിക്കലും മതത്തിൻ്റെ ചായം വെച്ച് പൂശി അതിന് മറ്റൊരു നിറം കൊടുക്കുന്നത് ഒട്ടും ശരിയാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. അത് ഈ ജനത്തിന് അല്ലെങ്കിൽ ഈ നാടിന് കൂടുതൽ തിക്താനുഭവങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. CPM ജില്ലാ നേതൃത്വത്തിന്റെയും പോലീസിന്റെയും നിലപാടുകൾക്കെതിരെ പ്രദേശത്തെ CPM പ്രവർത്തകരും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ടി അനീസ് അലി, മീഡിയ 1, കോഴിക്കോട്.
RSS ശാഖയിൽ ലൈംഗിക പീഡനത്തിനിരയായി എന്ന് വെളിപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കിയ കേസിൽ പ്രതി നിതീഷ് മുരളീധരനെ അറസ്റ്റ് ചെയ്യാതെ പോലീസ്. തിരുവനന്തപുരം തമ്പാനൂർ പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തത്. എന്നാൽ കേസ് കോട്ടയം പൊൻകുന്നം പോലീസിന് കൈമാറിയെന്നാണ് തമ്പാനൂർ പോലീസിന്റെ പ്രതികരണം. കേസ് കൈമാറിയിട്ടില്ല എന്ന് പൊൻകുന്നം പോലീസും പറയുന്നു. കേസെടുത്ത് ഒരാഴ്ച പിന്നിടുമ്പോഴും പ്രതിയെ പിടികൂടാത്തതിന് പിന്നിൽ CPM RSS ഒത്തുകളിയെന്നാണ് ആക്ഷേപം. ഈ മാസം 9-നാണ് ശാഖയിൽ ലൈംഗിക പീഡനത്തിനിരയായ യുവാവ് ജീവനൊടുക്കിയത്. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. 4.5 വർഷത്തിനു ശേഷം സർക്കാർ പരിപാടിയിൽ ആദ്യമായി G. സുധാകരന്റെ ചിത്രം പൊതുമരാമത്ത് വകുപ്പ് തോട്ടപ്പള്ളി 4 പാലം ഉദ്ഘാടനത്തിന്റെ പോസ്റ്ററിൽ. ഹാൽ സിനിമയുടെ ഉള്ളടക്കം റിലീസിന് മുൻപേ പുറത്തായതിൽ ഗൂഢാലോചനയെന്ന് സംവിധായകൻ റഫീഖ് വീര. സെൻസർ ബോർഡിന് വിവേചനമെന്നും സംവിധായകൻ. സ്വർണ്ണവിലയിൽ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വർധന. പവന് 920 രൂപ കൂടി 92,120 രൂപയായി. മലപ്പുറത്ത് പോക്സോ കേസ് പ്രതിയായ മുൻ പ്രധാനാധ്യാപകനെതിരെ ലുക്കൌട്ട് നോട്ടീസ്. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് കൊണ്ടോട്ടിയിലെ LP സ്കൂൾ അധ്യാപകൻ അബൂബക്കർ സിദ്ദിഖിനെതിരെ. തൃശൂർ മണ്ണുത്തിയിൽ വൻ കവർച്ച. കാറിലെത്തിയ സംഘം വ്യാപാരിയുടെ 75 ലക്ഷം രൂപ കവർന്നു. ആലപ്പുഴയിൽ കയർ ഫെഡ് വിൽപ്പനശാലയിൽ തീപിടുത്തം. ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ കത്തിനശിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സീനിയർ ആൺകുട്ടികളുടെ 5000 മീറ്റർ നടത്ത മത്സരത്തിൽ മലപ്പുറത്തിന്റെ മുഹമ്മദ് സുൽത്താൻ മീറ്റർ റെക്കോർഡ്. അത്ലറ്റിക്സിൽ പാലക്കാടാണ് മുന്നിൽ. തിരുവനന്തപുരം ഓവറോൾ കിരീടം ഉറപ്പിച്ചു. കനത്ത മഴയെയും തോൽപ്പിച്ചാണ് സീനിയർ ആൺകുട്ടികളുടെ 5000 മീറ്റർ നടത്തത്തിൽ ഐഡിയൽ കടകശ്ശേരിയുടെ മുഹമ്മദ് സുൽത്താൻ സ്വർണത്തിലേക്ക് നടന്നു കയറിയത്. 21.4 മിനിറ്റാണ് പുതിയ സമയം. കഴിഞ്ഞ തവണയും ഇതേ ഇനത്തിൽ സ്വർണം നേടിയത് സുൽത്താനാണ്. ക്ലാസ് സ്കൂൾസാണ് അത് നല്ല ടൈം ചെയ്യാൻ പറ്റി, റെക്കോർഡ് ഇടാൻ പറ്റി. ഇതൊരു ലക്ഷ്യം ഞാൻ റെക്കോർഡ് ഇടണം എന്നുള്ള നല്ല ടൈം ചെയ്തിരിക്കുന്നു. കുഴപ്പമില്ല. കോമ്പറ്റീഷൻ നന്നായി ഉണ്ടായിരുന്നു. ലാസ്റ്റ് അടിച്ചപ്പോഴാണ് സ്പ്രിന്റ് അടിച്ചപ്പോഴാണ് കിട്ടിയത്. ഓവറോൾ പോരാട്ടത്തിൽ 1338 പോയിന്റുമായി ബഹുദൂരം മുൻപിലാണ് തിരുവനന്തപുരം. തൃശൂർ രണ്ടാമതും പാലക്കാട് മൂന്നാമതുമാണ്. അത്ലറ്റിക്സിൽ 116 പോയിന്റോടെ പാലക്കാടാണ് ഒന്നാമത്. 90 പോയിന്റുമായി നിലവിലെ ചാമ്പ്യന്മാരായ മലപ്പുറം രണ്ടാമതുണ്ട്. സ്കൂളുകളിൽ HS മുണ്ടൂർ 29 പോയിന്റുമായി ഒന്നാമതും 25 വീതം പോയിന്റുമായി ഐഡിയൽ കടകശ്ശേരി, നാവമുകുന്ദ തിരുനാവായ എന്നീ സ്കൂളുകൾ രണ്ടാമതുമുണ്ട്. ടീം മീഡിയ 1